5 മിനിറ്റ് സബ് ഇതൊന്ന് സെറ്റ് ചെയ്യും. ഇതിൻ്റെ അടിയിലൊരു ബാള് വരുന്നത് അയവ എന്തൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇതൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഭാഷ വരുന്നുണ്ട്. ഭാഷ പഠിത്തത്തിന്റെ കാര്യം പറയാൻ വിളിക്കണ്ട. ആ ശരി ബൈ വെച്ചു പോ. ബൈ. എന്താ അടിയാ പഠിക്കാൻ പറയുന്നു. ഞാൻ പഠിക്കില്ല. ശരിക്കേ നേരിട്ട് കടന്നുണ്ടെങ്കിൽ അല്ല നമുക്കെന്തിനു പോലീസ് 10,000-40,000 ശമ്പളം ഉള്ളൂ. പെൻഷൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇന്നത്തെ കട അത്യാവശ്യം നല്ല തീർച്ച കഴിഞ്ഞാലേ എങ്ങനെ ചുരുക്കി 1 ലക്ഷം റുപ്യ കിട്ടില്ലേ? ഇല്ലേ? ലാഭം മാത്രം പോട്ടെ. ചുരുങ്ങിയത് 60 റുപ്യ കിട്ടാണ്ടിരിക്കില്ലല്ലോ. കിട്ടില്ലേ? അത് എങ്ങനെ ചുരുക്കിയത് കിട്ടില്ല. ശമ്പളം കൂട്ടാൻ പറയുന്ന ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ സ്റ്റാഫായിട്ട് നീ പേടിക്കണം. അപ്പൊ ഞാൻ പൈസ ഉണ്ടാകാം. ഈ വരുന്നുണ്ട് ഇപ്പം ഞാൻ കറക്റ്റാ കറക്റ്റല്ലേ? ആദ്യം കടല് അത് വരില്ലേ? അനക്ക് 100 വീട്ടിൽ എൻ്റെ വീട്ടിലില്ലേ? ഞാൻ കട പറഞ്ഞ കട
നമ്മൾ കുറച്ച് കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കണം. എല്ലാവരും ഇപ്പോൾ വീട്ടുകാരൊന്നും ചിലവഴിക്കണം നഷ്ടമാണ്. ചിലപ്പോൾ നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവും. ഇത് സീസൺ ടൈമിൽ എന്താ നഷ്ടപ്പെട്ടില്ലേ? എന്തായാലും നഷ്ടം വരില്ല സർവീസിലിപ്പോൾ. ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാൻ തന്നെ വിചാരിച്ചോ. ഞാൻ ചിലപ്പോൾ സെയിൽ നിൽക്കുകയാണെന്ന് വെച്ചാലും എൻ്റെ കൂലി മാത്രമേ നോക്കണ്ടുള്ളൂ. കേക്കിൻ്റെ കൂലി ചിലപ്പോൾ ഇതൊന്നും കിട്ടും, ഒരു സെയിൽസിന് കിട്ടും. ഇല്ലേ, നമുക്കുള്ള ഇതൊന്നും കിട്ടും. ഇത് അടവിട്ട് പോയി എന്തായാലും നഷ്ടം പറ്റില്ല. ലാഭം കുറച്ച് കമ്മിയായാലും നഷ്ടം പറ്റില്ല. കുറച്ച് പൈസ ആദ്യം നമ്മൾ ഇറക്കണം മാത്രമല്ലേ? ആദ്യം ഇറക്കണം, എന്നാലും ഫീൽഡൊക്കെ പിടിച്ച് പിന്നെ പിക്കപ്പായി കിട്ടിയ കേസ് കഴിച്ചില്ലേ നല്ല സ്പോട്ട് വേണല്ലേ? സ്പോട്ടാണ് ഇപ്പോൾ. സർവീസിന് കുഴപ്പമില്ല. ഇതുണ്ടല്ലോ അന്നെ ഞാൻ പൊക്കും, പേടിക്കണ്ട. എൻ്റെ ഭാഗ്യം എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ആ അതല്ല, ഞാൻ പറഞ്ഞു ഒരു പ്ലാൻ ഉണ്ട് പറഞ്ഞു എൻ്റെ വീട്ടിലേ. അപ്പോൾ പറഞ്ഞു നീ നിൽക്കണ ദിവസം വെച്ച് അങ്ങനെയല്ലേ, നീയേ നിൽക്കണ ദിവസം നോക്കി ശമ്പളം കൂട്ടി ചോദിക്കുക. അപ്പം എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം എന്തെങ്കിലും നോക്കാം, ലോൺ എടുത്തിട്ട് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പം ഞാനും അവനുണ്ട്, അവനും ശമ്പളം കിട്ടിയും കാരണം പറഞ്ഞു. നീ എന്തായാലും അറിയില്ലേ? അപ്പോൾ പറഞ്ഞു അപ്പം നമുക്ക് അവനെ അവിടെ നിർത്താം, ഇവിടെ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുത്താൽ നല്ല പണി എടുത്തിട്ട് ചെയ്യാൻ നല്ല അറിയാം പറഞ്ഞു. നിങ്ങൾക്ക് വിഷയം നോക്കി നമുക്ക് നോക്കാം. ഈ അപ്പം ചോദിച്ചു നോക്കാം, അപ്പം എന്താ പറയുന്നത് നോക്കിയിട്ട് പറ പറഞ്ഞു. ചെറുപ്പക്കാരല്ലേ ഒരു 2-3 കൊടുക്കാൻ ആരത് മമ്മൾക്കേ? എന്താ മമ്മൾക്കാ? ദൈവത്തിന്റെ കാര്യം ഉണ്ടാകട്ടെ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഈ സാധനം ഓടുന്നില്ല. ഈ സാധനം ഓടില്ല. അത് വയറിലെന്തോ പ്രശ്നമാണ്. ഞാൻ തിരക്കുണ്ട്, ഞാൻ വിളിക്കാം. വയറിന്റെ എന്തോ പ്രശ്നം. വയറിന്റെ പ്രശ്നം വയറെന്തോ തിരക്കാണ്, ഓടില്ല സാധനം. പിന്നെ ഈ സാധനമില്ലേ, ഈ സാധനത്തിലൊരു ബ്ലേഡ് കയറ്റിക്കാട്ട് ഇത് സംഭവം ഇതെങ്ങനെ ബ്ലേഡ് കയറ്റുന്നതെന്ന് അറിയില്ല. വെറുതെ മുറിക്കാൻ വേണ്ടി ഇത് വർക്കുണ്ടല്ലോ, വർക്കുണ്ടല്ലോ. എന്താ എനിക്ക് അതിന് കുത്തിയപ്പോ അവിടെ അതാ വയറ് കെട്ടാവൂടാ. എന്തോ കേടാണ് നോക്കി. ഹലോ ഹലോ ആ ഹലോ വെറുതെ മുറിക്കാനേ. ഹലോ എന്ത് സംഭവം? വയറ് എവിടെ ജോയിന്റ് ആണ്. വയറ് വയറ് പോയിക്കോ. വയറ് അല്ല എവിടെ എവിടെ പോയിരുന്നു? ചിലപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്തഫ വിരിനക്ക് എന്നിലക്ഷം റെഡി. ഏതൊരു ബ്ലേഡ്
ഈ കട്ടറല്ലോ ഇതിന് ബ്ലേഡ് ഇടാൻ പറ്റില്ല. ഏതിലില്ലാത്ത ഇതില്